69-ാം വയസ്സിലും അത്ലറ്റിക് മീറ്റുകളിൽ കുതിച്ചുപായുന്ന ഒരു താരമുണ്ട് എറണാകുളത്തെ കമ്മട്ടിപ്പാടത്ത്. ജീവിത സാഹചര്യങ്ങളെ ഓടിത്തോൽപ്പിച്ച വനിതാ അത്ലറ്റ്. ഇന്ത്യയുടെ അഭിമാനമാണ്. കാണാം പ്രതിസന്ധികളെ അതിജീവിച്ച പെൺകരുത്തിന്റെ കഥ. കമ്മട്ടിപ്പാടത്ത് വന്നതാണ്, വിനായകനെ കാണാനല്ല. അതിനും അപ്പുറത്ത് ഒരു ഇന്റർനാഷണൽ അത്ലറ്റിക് താരം ഇവിടെയുണ്ട്. ആ താരത്തെ കാണാനും പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് രാജൻ ഗോപി. കമ്മട്ടിപ്പാടത്തെ റെയിൽവേ ട്രാക്ക് കടന്ന ലോക വെറ്ററൻ അത്ലറ്റിക് മീറ്റുകളുടെ മത്സര ട്രാക്കിലേക്ക് രാജൻ ഗോപി എത്തിയതിന്റെ പേരാണ് കഠിനാധ്വാനം. 35 വയസ്സിൽ ആരംഭിച്ച മെഡൽ വേട്ട ഇപ്പോഴും തുടരുന്നു. ദീർഘദൂരോട്ടം, 100 മീറ്റർ, ലോങ് ജമ്പ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. ഏഷ്യൻ മീറ്റിലും വേൾഡ് മീറ്റിലും നിരവധി സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. വെറ്ററൻസ് മാസ്റ്റേഴ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയത്. അത് 1995-96 ആ വർഷം ആദ്യം തന്നെ എനിക്ക് നടത്തത്തിന് ഓട്ടത്തിന് 100 മീറ്ററും 400 മീറ്ററാണ് ഓടിയിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ലോങ് റേസിലേക്ക് മാറിയത്. ഏഷ്യൻ മീറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ലോങ് റേസ് ചെയ്തിരിക്കുന്നത്. ആദ്യം 5000 ചെയ്ത് ഫസ്റ്റ് വന്നു. വാക്കിങ്ങിന് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ മെഡൽ എനിക്ക് കിട്ടി. അപ്പോൾ 5000 കൂടി ഞാൻ ഓടട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് 5000 ഓടിയപ്പോൾ ജപ്പാനും ചൈനയായിരുന്നു. അവരുടെ കൂടെ ഓടിയിട്ട് എനിക്ക് 3ാം സ്ഥാനം വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് വരാമെന്ന്. പിന്നത്തെ വർഷം മുതൽ എല്ലാ ഏഷ്യൻ മീറ്റിനും ലോങ് റേസിന് എനിക്ക് തന്നെ ഫസ്റ്റ് വരുന്നത്. ഇപ്പോഴും കായിക മേഖലയിൽ സജീവം. പ്രായത്തെ പഴി പറയുന്നവരോട് ചിലത് പറയാനുണ്ട് ഈ വെറ്ററാൻ താരത്തിന്. എനിക്ക് വീട്ടിലൊതുങ്ങി കൂടരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും വ്യായാമം ചെയ്യുക. ദിവസം രാവിലെ ഒന്നുമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നടക്കേ ഓടുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ നമുക്ക് ആശുപത്രിയിൽ പൈസ കൊടുക്കേണ്ടി വരില്ല. കാരണം ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു. ലോകതാരമാണെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരൽപ്പം പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്നാലും അത്ലറ്റിക് മീറ്റുകൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. സ്വന്തം സ്വർണം പണയം വെച്ചായാലും ലോക മീറ്റുകളിൽ പങ്കെടുക്കുമെന്നാണ് നിലപാട്. 480-ലധികം മെഡലുകളാണ് കമ്മട്ടിപ്പാടത്തെ ഈ ഒറ്റമുറി വീട്ടിലുള്ളത്. അത് വെക്കാൻ സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണുള്ളത്. പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് രാജൻ ഗോപി സ്വന്തമാക്കിയതാണിത്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ പരാതി പറയുന്ന ആളുകൾ, ഇവരെ പോലുള്ള ആളുകളെയൊക്കെ ഇടയ്ക്ക് മാതൃകയാക്കുന്നത് നല്ലതായിരിക്കും. കൊച്ചിയിൽ നിന്ന് നിഖിൽ നിളയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.